കേരള അഗ്രികൾച്ചറൽ പ്രൈസ് ആൻഡ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിച്ചച്ചിരട്ട എന്ന പേരുദോഷം മാറി ചിരട്ടയ്ക്കിപ്പോൾ പ്രതാപകാലം, കയറ്റുമതി കൂടി വില കുതിച്ചു വരുന്നു. അപ്പോൾ നമ്മൾ വെറുതെ എടുത്ത് കളയുന്ന ചിരട്ടയ്ക്കിപ്പോൾ വൻ ഡിമാൻഡാണ്, വില കുതിച്ചു കയറിയിരിക്കുകയാണ്. പിച്ചച്ചിരട്ട എന്ന പേരുദോഷം മാറി ചിരട്ടയുടെ പ്രതാപകാലം എത്തി. 1 രൂപയായിരുന്ന ചിരട്ട വില ഇപ്പോൾ കിലോയ്ക്ക് 33 രൂപ വരെയായി. ചിരട്ടകൾ അലക്ഷ്യമായി വലിച്ചെറിയുകയായിരുന്നു ഇതുവരെ ചെയ്തതെങ്കിൽ ചിരട്ട അന്വേഷിച്ച് വാഹനവുമായി ഇപ്പോൾ ഗ്രാമങ്ങൾ തോറും ആളുകൾ എത്തുന്ന സ്ഥിതിയാണ്. നാളികേരം കൊപ്ര ആക്കുന്നവർക്കും വെളിച്ചെണ്ണ എടുക്കുന്നവർക്കും ഇതോടെ അധിക വരുമാനമായി. തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കുമാണ് ചിരട്ട കൂടുതലായും കയറ്റുമതി ചെയ്യുന്നത്. വലിയ ലോറികളുമായി ചിരട്ട വ്യാപാരികൾ മലയോര മേഖലകളിൽ എത്തുന്നുണ്ട്. കരിയെടുക്കാനും ഓയിൽ എടുക്കാനുമാണ് ചിരട്ട കൂടുതലായും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചിരട്ടയുടെ ഉപയോഗം മറ്റ് പല മേഖലകളിലേക്കും വ്യാപിച്ചെന്ന് വ്യാപാരികൾ പറയുന്നു. ചൈന, ഇറ്റലി, ജർമ്മനി, ജപ്പാൻ എന്നിവിടങ്ങളിലേക്കും ചിരട്ടക്കരി ഇപ്പോൾ കയറ്റി അയക്കുന്നുണ്ട്. ഇതിനുള്ള വലിയ വ്യവസായശാലകൾ തമിഴ്നാട്ടിലും കർണാടകയിലും ഉണ്ടെന്ന് സംഭരണ ഏജൻസികൾ പറയുന്നു. വെള്ളം ശുദ്ധീകരിക്കുന്നതിനും സൗന്ദര്യവർദ്ധന വസ്തുക്കൾ നിർമ്മിക്കാനും ചിരട്ടക്കരി ഉപയോഗിക്കുന്നു. തിരുവമ്പാടി മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ കോക്കനട്ട് കോംപ്ലക്സിൽ നിന്നും ശരാശരി 3 ടൺ ചിരട്ട മാസം തോറും കയറ്റി പോകുന്നുണ്ട്. നേരത്തെ ഇവിടെ നിന്നും ചിരട്ട ഓയിൽ ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഉയർന്ന ആഗീരണ ശക്തി ഉള്ളതിനാൽ വായു ശുദ്ധീകരണത്തിനും ജലശുദ്ധീകരണത്തിനും ചിരട്ടയിൽ നിന്ന് നിർമ്മിക്കുന്ന ഉത്തേജിത കരി വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പ്രധാനമായും ഏഷ്യയിലും മിഡിൽ ഈസ്റ്റിലും പ്യൂരിഫയർ നിർമ്മാതാക്കൾ ചിരട്ടക്കരിയെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. ചിരട്ടക്കരി കൂടുതൽ സമയം കത്തി നിൽക്കും എന്നതും അമിതമായി പുക പുറപ്പെടുവിക്കുന്നില്ല എന്നതും കൂടുതൽ ചൂട് നൽകുന്നു എന്നതും മറ്റ് ഇന്ധനങ്ങളെ അപേക്ഷിച്ച് വ്യവസായങ്ങളിൽ ചിരട്ടക്കരിയുടെ പ്രാധാന്യം വർദ്ധിപ്പിച്ചു. ഇതിനു പുറമെ സുസ്ഥിരതയ്ക്ക് പ്രാധാന്യം ഏറിയതുമൂലം ചിരട്ടയ്ക്കിൽ നിന്ന് നിർമ്മിക്കപ്പെടുന്ന സ്പൂണുകൾ, ബൗളുകൾ, ജ്വല്ലറികൾ എന്നിവയ്ക്കും ആഗോളതലത്തിൽ പ്രചാരം വർദ്ധിച്ചതും ചിരട്ട കയറ്റുമതി വർദ്ധിക്കുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്നാണ്. ഇനി വിൽക്കാനായി കിലോ കണക്കിന് ചിരട്ടകൾ ഇല്ലാത്ത സാഹചര്യമാണെങ്കിലും അവ വെറുതെ കളയേണ്ടതില്ല. വ്യത്യസ്ത വീട്ടാവശ്യങ്ങൾക്കായി ചിരട്ട ഉപയോഗിക്കാം. ഉദാഹരണത്തിന് കിണറ്റിലെ ജലം ശുദ്ധീകരിക്കാൻ 1-2 ചിരട്ട കത്തിച്ച് കിണറ്റിലിടാം. ചിരട്ടക്കരി ഉപയോഗിച്ച് ഓട്ടുപാത്രങ്ങളും പിച്ചളപാത്രങ്ങളും തേച്ച് കഴുകിയാൽ അവ പുതുപുത്തൻ പോലെ തിളങ്ങും. വീടിനുള്ളിലെ വായു ശുദ്ധീകരിക്കാൻ തുറന്ന പാത്രങ്ങളിൽ ചിരട്ടക്കരി സൂക്ഷിച്ചു വെക്കാം. ദുർഗന്ധങ്ങൾ വലിച്ചെടുക്കാനുള്ള കഴിവും ഇവയ്ക്കുണ്ട്. അതുകൂടാതെ റബ്ബർ മരത്തിൽ നിന്ന് പാൽ ശേഖരിക്കുന്നതിനും വസ്ത്രങ്ങൾ ഇസ്തിരിയിടുന്നതിനും ചിരട്ടകൾ ഉപയോഗിക്കുന്നു. ചിരട്ടയ്ക്കിപ്പോൾ വൻ ഡിമാൻഡാണ്. ഓരോ ദിവസം വില കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ 20 രൂപയിലും താഴെയായിരുന്നു വിലയെങ്കിൽ ഇപ്പോൾ 30 രൂപയിൽ പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ചിരട്ടയുണ്ടെങ്കിൽ കളയരുത്.